जीवन में कुछ बातें ऐसी होती है जिन्हें हम भूलना चाहते हैं और कुछ ऐसी होती है जिन्हें हम याद रखना चाहते हैं. നമ്മുടെ ജീവിതത്തിൽ എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഉണ്ട് എന്താണ് കുറച്ച് കാര്യങ്ങൾ ചില നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ചില കാര്യങ്ങളോ നമ്മൾ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഇല്ലാത്ത മനുഷ്യർ കാണത്തില്ല. ഈ ഭൂമിയിലുള്ള ശരാശരി സർവ്വ മനുഷ്യർക്കും എന്താണ് അവരെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അവർ ഇഷ്ടപ്പെട്ടാൽ ഓർക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, അതേസമയം അവർ വെറുക്കുന്ന കുറെ ഓർമ്മകളും. हम उन बातों को भूलना चाहते हैं जिससे हमें कष्ट पहुंचता है और हम दुखी हो जाता है. ഏത് കാര്യങ്ങളാണ് നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്നത്? ചില കാര്യങ്ങൾ നമുക്ക് ഓർക്കുമ്പോൾ നമുക്ക് വല്ലാത്ത വിഷമം തോന്നും, നമുക്ക് ദുഃഖം തോന്നും, നമുക്ക് നഷ്ടം തോന്നും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? മറക്കാൻ ആഗ്രഹിക്കും. इसके विपरीत जिन बातों को याद करने से हमें खुशी मिलती है उन्हें हम बार बार याद करना चाहते हैं. അതായത് ഏത് കാര്യമാണോ ആലോചിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷം കിട്ടുന്നത് അത് നമ്മൾ എന്ത് ചെയ്യും? പിന്നെയും പിന്നെയും ആലോചിക്കും. കവി ഹരിവംശ റായ് ബച്ചൻ ജി ने अपने जीवन में अनेक उतार चढ़ाव देखे. അദ്ദേഹം എന്ത് ചെയ്തു? തന്റെ ജീവിതത്തിൽ ഒരുപാട് കയറ്റവും ഇറക്കവും ഒക്കെ കണ്ടൊരു വ്യക്തിയാണ് ആര്യ ബച്ചൻ ജി എന്ന് പറയുന്നത്. अपनी स्मृतियों के मधुर और कड़ु अनुभव को उन्होंने इस कविता में പിരോയാഹെ. എന്താണ്? തന്റെ ജീവിതത്തിലെ കൈപ്പേറിയതും മധുരമേറിയതുമായ കാര്യങ്ങളും ഒക്കെ അദ്ദേഹം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സുഖ അവർ ദുഃഖ ദോനോ ഹി പക്ഷോ ഹി സുന്ദർ അഭിവ്യക്തി ഇസ് കവിതാമേ മിൽത്തി ഹെ. സുഖവും ദുഃഖവും ഇതിന്റെ രണ്ട് വശങ്ങളും നമുക്ക് ഈ കവിതയിൽ കാണാൻ കഴിയും. കവി കെ സമക്ഷ സ്മൃതിയാം കെ വചയൻ കാ ദ്വന്ദ് ഹെ. കവി സ്മൃതിയോം സെ മുക്തി പ്രാപ്ത് കർണ ചാഹത്തെ ഹെ. ഈ കവിതയിലൂടെ കവി എന്താ ആഗ്രഹിക്കുന്നത്? ഇതൊക്കെ എഴുതിയെങ്കിലും തന്റെ ദുഃഖങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ തന്റെ സ്മൃതികളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? മുക്തി നേടാൻ കവി ആഗ്രഹിക്കുന്നു. അപ്പൊ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ റൈറ്റർ എന്ന് പറയുന്നത് ഹരിവംശ റായ് ബച്ചനാണ്. ഹരിവംശ റായ് ബച്ചനെ പറ്റി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചുക. അദ്ദേഹത്തിന്റെ ഏത് കൃതി? നിശാ നിമന്ത്രൺ എന്ന് പറയുന്ന കൃതിയിൽ നിന്ന് എടുത്തതാണ് ഏത്? ക്യാ ഭൂലും ക്യാ യാദ് കരൂം മൈം എന്ന് പറയുന്ന കവിത. പിന്നെ പറഞ്ഞു ഇത് ഏത് സമയത്താണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്? 1937-38 കാലഘട്ടത്തിലാണ്. 1936 എന്ത് ചെയ്തു? ബച്ചന്റെ പത്നിയായ ആര്? ശ്യാമ മരണപ്പെടുന്നു. അതിന്റെ എന്താണ് ദുഃഖത്തിലാണ് അദ്ദേഹം, എല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിൽ അദ്ദേഹം ജീവിക്കുന്ന സമയമാണ്. പിന്നെ ഈ കവിതയിലൂടെ അദ്ദേഹം എന്താണ് സുഖത്തെ പറ്റിയും ദുഃഖത്തെ പറ്റിയും അല്ലെ, ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ നമുക്ക് മനസ്സിന് സുഖം കിട്ടും, ചില ഓർമ്മകൾ അതിനെ നമ്മൾ വീണ്ടും വീണ്ടും ഓർക്കും. എന്നാൽ നമ്മുടെ മനസ്സിന് ദുഃഖം തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനെ നമ്മൾ മറക്കാൻ ശ്രമിക്കും. പക്ഷെ എങ്കിലും എന്താണ് അത് പിന്നെയും ഇടിച്ചു കയറി നമ്മുടെ മനസ്സിലേക്ക് വരും. ക്യാ ഭൂലും ക്യാ യാദ് കറൂമൈ अगणित उन्मादों के क्षण है रजनी की सूनी खड़ियों को किन किन से आबाद करूं मैं. क्या भूलूं क्या याद करूं मैं. याद सुखों की आंसू लाती दुख की दिल भारी कर जाती. दोष किसे दूं जब अपने से अपने दिन बर्बाद करूं मैं. क्या भूलूं क्या याद करूं मैं. दोनों करके पछताता हूं सोच नहीं पर मैं पाता हूं. सुदियों के बंधन से कैसे अपने को आजाद करूं मैं. क्या भूलूं क्या याद करूं मैं. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. ആ കവിതയുടെ സമ്മറി നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് അദ്ദേഹം ആദ്യത്തെ ആ സ്റ്റാൻസ് എഴുതാനുണ്ടായ ഒരു സാഹചര്യം? എന്താണ്? आपने देखा कि यह कविता जीवन के उन्माद और अवसाद पर आधारित है. ഈ കവിത എന്ന് പറയുന്നത് ജീവിതത്തിന്റെ സുഖത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും ആധാരമാക്കിയുള്ള കവിതയാണ്. अतीत में कवि के लिए कुछ सुखमय प्रेम के क्षण रहे हैं जो बीत चुके हैं. पहली ही पंक्ति में कवि ने अपनी स्मृति में बसी हुई कड़ु और मधुर यादों को पुनस्मरण करने और न करने की कर्तव्य विमूढ़ता दर्शाई है. അപ്പൊ എന്താ പറയുന്നത്? ഈ കവിതയിലെ ആദ്യത്തെ വരികളിൽ കവി തന്റെ സ്മൃതി എന്ന് വെച്ചാൽ ഓർമ്മയിലുള്ള എന്താണ് കടു, അതായത് കൈപ്പേറിയതും മധുരകരമായ ഓർമ്മകളെ പറ്റിയുമാണ് എന്ത് ചെയ്യുന്നത് പറഞ്ഞത്. നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. कवि माइम के माध्यम से समाज के प्रत्येक व्यक्ति के मनोभावों को अभिव्यक्त कर रहा है. ഇവിടെ മൈം എന്ന് പറയുന്ന വാക്ക്, മൈം ക്യാ യാദ് കരും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വട്ടം മൈം റിപ്പീറ്റ് ചെയ്തു വന്നു അല്ലെ. അപ്പം മൈം എന്ന് പറയുന്ന മാധ്യമത്തിലൂടെ സമൂഹത്തിലെ ഓരോരോ വ്യക്തിയുടെയും മനോഭാവമാണ്, അതായത് നമ്മൾ അടങ്ങുന്ന ഓരോ മനുഷ്യനെയും മനസ്സിലെ ചിന്തകളെയാണ് കവി മൈം എന്ന വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വഹസ്മൃതിയോം കെ ദ്വന്ദ് സെ മുക്തി കി കാമന കർത്ത. അദ്ദേഹം എന്താ ആഗ്രഹിക്കുന്നു? ഈ ഓർമ്മകളിൽ നിന്ന് ഒരു മുക്തി നേടാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. ഇനി നമുക്ക് കവിയുടെ കവിതയുടെ സമ്മറി എന്തെന്ന് നോക്കാം. कवि ने इन पंक्तियों के माध्यम से जीवन के दोनों पक्षों सुख और दुख के मर्म को प्रस्तुत किया है.
कवि का मानना है कि जीवन में ऐसे अनगिनत क्षण हैं जो उसे सुख प्रदान करते हैं, जो जीवन में नई ऊर्जा का संचार करते हैं, ഉത്സാഹിത് അവർ ഉല്ലസിത് കർത്തഹെ. കവി ഈ വരികളിലൂടെ എന്ത് ജീവിതത്തിന്റെ രണ്ട് പക്ഷങ്ങൾ, രണ്ട് വശങ്ങൾ, ഏതൊക്കെ? സുഖം, ദുഃഖം. നമ്മുടെ ജീവിതത്തിൽ എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഉള്ളതാണ് എന്ത്? സുഖവും ദുഃഖവും. ജീവിതത്തിൽ ദൈവം ആർക്കായിട്ട് സുഖം മാത്രം കൊടുക്കുന്നില്ല. നമ്മളൊക്കെ പറയും എന്താണോ, അവന് ഒരുപാട് പൈസയും സമ്പത്തും ഒക്കെ ഉണ്ട്, അവന് സുഖ ജീവിതമെന്ന്. പക്ഷെ അവരുടെ വീട്ടിലുള്ള ദുഃഖങ്ങൾ എന്തെന്ന് നമുക്കറിയില്ല, അല്ലെ? സുഖം മാത്രമായിട്ട് ദൈവം ആർക്കും തീരെ കൊടുത്തിട്ടില്ല. സുഖമുണ്ടെങ്കിൽ ഒരു ദുഃഖവും ഉണ്ട്. നമ്മൾ പറയും ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കം ഉണ്ടെന്ന് പറയുന്ന പോലെ. കവിക മാന്ന, കവി എന്തെന്നാ പറയുന്നത്? ജീവനെ ഐസെ അൻഗിനത് ക്ഷണിക. അൻഗിനത് മീൻസ്, ഗിനന മീൻസ് എണ്ണുക. അൻഗിനത് മീൻസ് എണ്ണപ്പെടാൻ കഴിയാത്ത അത്ര അവസരങ്ങളുണ്ട്, നിമിഷങ്ങളുണ്ട്, അല്ലെ? ജോ ഉസെ സുഖ് പ്രദാൻ കർത്ത, എന്ത്? നമുക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്ന. ജീവന്മേ നയ ഊർജാക്ക സഞ്ചാർ കർത്തഹ്യ, നമ്മുടെ ജീവിതത്തിന് നല്ലൊരു ഊർജം പ്രദാനം ചെയ്യുന്ന. ഉത്സാഹിത അവർ ഉല്ലാസിത് കർത്തഹ്യ, നമുക്ക് ഉത്സാഹവും ഉന്മേഷവും തരുന്ന ഒരുപാട് അവസരങ്ങൾ, അല്ലെ? നിങ്ങൾ തന്നെ ഒന്ന് ഓർത്തു നോക്കിയേ, നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ദുഃഖം മാത്രമാണോ? ഇല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സുഖകരമായ സമയങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണ്? ഒരുപാട് സന്തോഷവും ഉത്സാഹവും ആനന്ദവും ഒക്കെ തോന്നിയ ഒരുപാട് നിമിഷങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. സാത്ത് ഹി, അതോടൊപ്പം വഹ അവസാദവും ക്ഷണവും കോഫി യാത് കർത്ത. അവസാദം മീൻസ് ദുഃഖം, സങ്കടം. ആ നിമിഷങ്ങളും നമ്മൾ ഓർക്കും. കവിക്ക് ജീവനിലും ഐസ്യ അൻകിനത് ക്ഷൺ ആത്തഹെ, കവിയുടെ ജീവിതത്തിലും അങ്ങനെ എണ്ണപ്പെടാൻ കഴിയാത്തത്ര സമയങ്ങളിൽ എന്തുണ്ട്? ദുഃഖവും വന്നിട്ടുണ്ട്. മുമ്പും പറഞ്ഞു, എണ്ണാൻ കഴിയാത്തത്ര സുഖം വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എണ്ണാൻ കഴിയാത്തത്ര ദുഃഖങ്ങളും വന്നിട്ടുണ്ട്. जब वह അവസാദം से ഖിർ जाता है और बहुत दुखी और उदास हो जाता है. ആ ദുഃഖങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ആ സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് അദ്ദേഹം വളരെ ഉദാസീനനും ദുഃഖിതനുമായി കാണപ്പെടുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞു എന്താണ്? സന്തോഷം വരുന്ന സമയത്ത് ഉത്സാഹവും ഉല്ലാസവും വരുന്നുവെങ്കിൽ, എന്ത് വരുന്ന സമയത്ത്? അവസാദം, സങ്കടം വരുന്ന സമയത്ത് ദുഃഖവും ഉദാസീനതയും ഒക്കെ നമുക്ക് ഉണ്ടാകുന്നു. कवि ने इन पंक्तियों के माध्यम से मनुष्य के जीवन के सुख दुख दोनों पक्षों की बात की है. മനുഷ്യ ജീവിതത്തിലെ സുഖ ദുഃഖം രണ്ട് വശങ്ങളെ പറ്റിയും പറയുന്നു. മൈൻ കാ പ്രയോഗ കവി കെ സാത്ത് ഹി സമാജ് കെ കിസി ഭി വ്യക്തി കെ ലിയെ ഹോ സക്താ ഹൈ. ഈ മൈം എന്ന് പറയുന്നത്, ഞാൻ എന്ന് പറയുന്ന ഈ വാക്ക്, അത് കവിയെ മാത്രം ഉദ്ദേശിച്ചുള്ളതല്ല, സമൂഹത്തിലെ ഏത് വ്യക്തിയെ പറ്റിയുള്ളതും ആകാം. कवि का यह वेदना है कि रात्रि के समय जब चारों ओर चुप्पी का वातावरण छा जाता है, शांति हो जाती है, उस समय किन बातों को याद करके वह अपना समय व्यतीत करे. എന്താണ്? നമുക്ക് തന്നെ അറിയാം, നമ്മൾ എന്താണ് വളരെ ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ ഏകാന്തമായിട്ട് നമ്മൾ ഇങ്ങനെ വിജനമായൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് തോന്നും? പല പല ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. അല്ലാതെ ബഹളത്തിനിടയ്ക്ക് നമ്മൾ ആൾക്കാരുടെ ഇടയിൽ കൂടി നിൽക്കുന്ന സമയത്തൊന്നും നമുക്ക് എന്തെങ്കിലും ഓർക്കാൻ പറ്റുമോ? ഇല്ല. പ്രധാനമായും നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മകൾ വരുന്നത് എപ്പോഴാണ്? നമ്മൾ ഒറ്റയ്ക്ക് അകേല ഒറ്റയ്ക്ക് നമ്മൾ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മകൾ ഇങ്ങനെ ഇടിച്ച് കയറുന്നത്. അപ്പൊ രാത്രി പറയുന്നു, രാത്രിയുടെ നിശബ്ദതയിൽ രജനി, രാത്രി നല്ല ഇരുട്ട്, നല്ല നിശബ്ദതയായിട്ടിരിക്കുന്നു, എങ്ങും ശബ്ദങ്ങളൊന്നുമില്ലാത്ത സമയത്ത് ഓരോരോ ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നു. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഉസ് സമയ കിൻ ബാത്തോങ്കോ യാദ് കർക്കെ വഹ അപ്പന സമയം വ്യതീത് കർത്ത. അങ്ങനെ ശാന്തമായിരിക്കുന്ന ആ അവസ്ഥയിൽ ഓരോരോ കാര്യങ്ങൾ ഓർത്ത് സമയം ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. ഉന്മാദ അവർ അവസാദ ദോനോം ഹി കവി കോ ഇസ് ഏകാന്ത വ സൂനെ പന്മേ പീഡ പഹുഞ്ച രഹാ ഹെ. ഉന്മാദം, സന്തോഷവും അവസാദ, സങ്കടവും, ഇത് രണ്ടും അദ്ദേഹത്തിന് ഈ സമയത്ത് എന്ത് ചെയ്യുന്നു? ജീവിതത്തിൽ എന്ത് കൊടുക്കുന്നു? സന്തോഷവും കൊടുക്കുന്നു, സങ്കടവും നൽകുന്നു, അല്ലെ? അപ്പൊ അദ്ദേഹം എന്തെന്നാ പറയുന്നത്? രാത്രി നല്ല ഏകാന്തമായ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഓരോരോ കാര്യങ്ങൾ ഓർത്ത് വരുന്നു. അതായത് എന്തൊക്കെ കാര്യങ്ങളാണ്? സന്തോഷം നിറഞ്ഞ കാര്യങ്ങളും ഉണ്ട്, സങ്കടം നിറഞ്ഞ കാര്യങ്ങളും ഉണ്ട്. അത് രണ്ടും കവിയുടെ ഏകാന്തതയിലേക്ക് എന്തുണ്ടാക്കുന്നു? പീഡ, വേദന ഉണ്ടാക്കുന്നു. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. അതായത് ചില കാര്യങ്ങൾ നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യങ്ങളായിരിക്കും, പക്ഷെ അത് ഓർക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വിഷമം തോന്നും. സന്തോഷം നിറഞ്ഞ കാര്യങ്ങൾ പോലും ചിലപ്പോൾ നമുക്ക് എന്ത് തരാറുണ്ട്? വേദന തരുന്ന സന്തോഷം നിറഞ്ഞ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്, അല്ലേ? വഹ അസമഞ്ജയ് കി സ്ഥിതി മേം ഹേ കി അകേലേപ്പൻ മേം ഖുശി കെ ക്ഷണോം കോ യാദ് കരയ ദുഃഖ കെ. അദ്ദേഹം ആകെ ഒരു ആശയക്കുഴപ്പത്തിലാണ്. എന്താണ്? ഈ ഒറ്റപ്പെടുന്ന ഈ സമയത്ത് ഖുശിക്ക് ക്ഷണമോ, സന്തോഷം നിറഞ്ഞ കാര്യങ്ങൾ ഓർക്കണോ അതോ ദുഃഖം നിറഞ്ഞ കാര്യങ്ങൾ ഓർക്കണോ? ഇതൊന്നും നമ്മൾ ഓർക്കേണ്ട കാര്യമില്ല. നമ്മൾ ഓർത്തയോ ഞാൻ ഇനി കുറച്ചു നേരം സന്തോഷമുള്ള കാര്യങ്ങൾ ഓർക്കാമെന്ന് പറഞ്ഞാണോ നമ്മൾ ഓർക്കുന്നത്? അല്ല, അത് നമ്മുടെ മനസ്സിലേക്ക് തന്നെ തനിയെ കയറി വരുന്ന കാര്യങ്ങളാണ്. അല്ലാതെ നമ്മൾ മനഃപൂർവ്വം ഓർക്കുന്ന ഒരു കാര്യങ്ങളും ഇല്ല. ചിലത് സന്തോഷമായെങ്കിലും സങ്കടമാണെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് കയറി വരുന്നതാണ്.
सच तो यह है कि वह कुछ भी फूल नहीं पा रहा, इसलिए फूलिനെ അവർ യാദ് करने की दुविधा में है. സത്യം പറഞ്ഞാൽ എന്താണ്, ഒന്നും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, എന്താണ് മറക്കാൻ പറ്റുന്നില്ല. ഫൂൽന മീൻസ് മറക്കുക, ഒരു കാര്യങ്ങളും എന്ത് ചെയ്യുന്നില്ല, മറക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തോർക്കണം എന്ത് മറക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ ഒരു ആശയക്കുഴപ്പത്തിലാണ് ആര് കവി വന്നിരിക്കുന്നത്. അപ്പോൾ കവി പറയുന്നു നമ്മുടെ ജീവിതത്തിൽ സന്തോഷകരമായ കാര്യങ്ങളുമുണ്ട്, ദുഃഖം നിറഞ്ഞ കാര്യങ്ങളുമുണ്ട്. അതെല്ലാ മനുഷ്യനും ഉണ്ട് അല്ലേ. അപ്പോൾ ദുഃഖം നിറഞ്ഞ കാര്യം മാത്രം ഓർക്കണമെന്ന് വെച്ചാൽ നടക്കുമോ? ഇല്ല. സന്തോഷം നിറഞ്ഞ കാര്യം മാത്രം ഓർക്കണമെന്ന് വെച്ചാൽ നടക്കുമോ? പറ്റില്ല. ഇത് രണ്ടും മിക്സ് ആയിട്ട് നമ്മുടെ ഇടയിലേക്ക് ഇങ്ങനെ കയറി വരും. അപ്പൊ സന്തോഷം നിറഞ്ഞതുകൊണ്ട് സങ്കടം നിറഞ്ഞതുകൊണ്ട് ഇതിൽ ഏതിനെ സ്വീകരിക്കും ഞാൻ എന്നുള്ള എന്താണ് ആശയക്കുഴപ്പത്തിലാണ് കവി. നോക്കിയേ, आप जानते हैं कि जहाँ एक ही वर्ण को आवृत्ति होती है वहाँ അനുപ്രാസ് അലങ്കാർ होता है. അതായത് ഏതെങ്കിലും ഒരു വർണ്ണം റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അത് എന്ത് അലങ്കാരമാണ്? അനുപ്രാസ്. അഗണിത അവസാദോ കെ ക്ഷണിമേ ആ വർണ്ണയ്ക്ക് ആവൃത്തി ഹോനേസെ അനുപ്രാസ് അലങ്കാർ. അഗണിത് അവസാദോ, അപ്പൊ അവിടെ ആ എന്ന് പറയുന്ന വർണ്ണം ആവൃത്തി മീൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കൊണ്ട് അവിടെ എന്ത് അലങ്കാരമാണ്? അനുപ്രാസ് അലങ്കാരം. ജഹാം ഏക് ഹി ശബ്ദക്ക് ബാർ ബാർ ആവൃത്തി ഹോത്തി ഹെ. ഇവിടെ നമ്മൾ പറഞ്ഞത് ഏക് വർണ്ണമായിരുന്നു, ആ എന്ന് പറയുന്ന ഒരു അക്ഷരം വർണ്ണം മാത്രമാണ് വന്നത്. പക്ഷെ ഇനി വരുന്നത് എന്താണ്? ശബ്ദമാണ്. വഹാം പുനരുക്തി പ്രകാശ് അലങ്കാർ ഹോത്ത ഹെ. അപ്പൊ ഒരു ശബ്ദം ആവർത്തിച്ച് വന്നാൽ അവിടെ എന്ത് അലങ്കാരമാണ്? പുനരുക്തി പ്രകാശ് അലങ്കാരമാണ്. രജനി കി സൂനി ഖടിയോ കോ കിൻ കിൻ സെ ആബാദ് കരുമേം പങ്ക്തിമേം കിൻ കിൻ ശബ്ദോ കി ആവൃത്തി. അവിടെ കിൻ കിൻ എന്ന് പറയുന്ന വാക്ക് ആവർത്തിച്ചു വന്നത് കാരണം അവിടെ ഏത് അലങ്കാരം? പുനരുക്തി പ്രകാശ് അലങ്കാർ ഹേ. അടുത്ത നോക്കിയേ, ഖടി ബോലിക്ക് സരൽ ശബ്ദവും കാ പ്രയോഗം. അപ്പൊ ആ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? ഖടി ബോലിയുടെ നല്ല ലളിതമായ പ്രയോഗമാണ്. ഭാഷ ഭാവാനുകൂൽ ഏവം പ്രവാഹമായി, ഭാവാനുകൂലമായ ഭാഷ, പ്രവാഹം നല്ല ഒഴുക്കുള്ള ഭാഷ. इस कविता में बार बार क्या और किन शब्दों के प्रयोग सार्थक है. കൂടെ കൂടെ എന്ത്? ക്യാ കിൻ എന്ന് പറയുന്ന ശബ്ദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. യഹാ കവി പ്രശ്ന നഹീം കർ രഹാ ഹെ ബൽക്കി വഹ് കഹനാ രഹാ ഹെ കി യാദ് കർനെ കോ ഉസ്കെ പാസ് ബഹുത് കുച്ച് ഹെ. എന്ന് വെച്ചാൽ കിൻ ക്യാ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ചോദ്യം പോലെയാണ്. എന്ന് വെച്ചാൽ ഇവിടെ കവി ഉദ്ദേശിക്കുന്നത് ഒരു ചോദ്യമല്ല, ഒരു പ്രശ്ന മീൻസ് ക്വസ്റ്റ്യൻ അല്ല. പകരം എന്താണ്? യാദ് കർണേക്കോ ഉസ്കെ പാസ് ബഹുത് കുച്ച് ഹെ, ഓർക്കാൻ ഒരുപാടുണ്ട്, അതുകൊണ്ട് ഞാൻ കിൻ എന്തോർക്കും, ക്യാ എന്തോർക്കും, എങ്ങനെ ഓർക്കും എന്നൊക്കെയാണ് പറയുന്നത്. അല്ലാതെ അതൊരു ചോദ്യമല്ല. ഓർക്കാൻ ഒരുപാട് കാര്യങ്ങളുള്ളപ്പോൾ ഞാൻ ഏതൊക്കെ കാര്യങ്ങൾ ഓർക്കും, ഏതൊക്കെ കാര്യങ്ങൾ മറക്കും എന്നാണ് കവി പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ പങ്ക്തിയുടെ കാര്യങ്ങൾ എന്തായിരുന്നു? രണ്ടാമത്തെ പങ്ക്തിയില് याद सुखों की आंसू लाती, दुख की दिल भारी कर जाती, दोष किसे दूं जब अपने से अपने दिन बर्बाद करूं मैं, क्या भूलूं क्या याद करूं मैं. എന്തെന്നാ പറയുന്നത്? നമുക്കറിയാം കവിക്ക് ജീവൻ മേ സുഖ് ദുഃഖ് ദോനം രഹേ. കവിയുടെ ജീവിതത്തിൽ എന്തൊക്കെയുണ്ട്? സുഖവുമുണ്ട് ദുഃഖവുമുണ്ട്. വർത്തമാൻ മേ സുഖ് ദുഃഖ് കോ യാദ് കർത്താ ഹേ തോ ഉസേ ഉദാസി ഖർ ലേത്തി ഹേ. ഉദാസി കാ കാരണം വഹ് അപ്നെ കോ ഹി മാനത്താ ഹേ. എന്താണ്? ഇപ്പോൾ അദ്ദേഹം സുഖ ദുഃഖത്തെ പറ്റിയൊക്കെ ഓർക്കുന്ന സമയത്ത് അദ്ദേഹം എന്താവുന്നു? അദ്ദേഹത്തിന് ഒരു ഉദാസീനത ഇങ്ങനെ വലയം വെക്കുന്നു, ചുറ്റുന്നു. അദ്ദേഹം പറയുന്നു ഈ ഉദാസീനതയുടെ കാരണം എന്താണ്? വഹ് അപ്പനെ കോ ഹി മാനത്തെ, താൻ തന്നെയാണെന്ന് കവി പറയുന്നു. നോക്കിക്കേ, അപ്പൊ വ്യാഖ്യ എന്താണ്? आप इस बात से सहमत होगे कि आंसू प्रत्येक व्यक्ति के जीवन के सच्चे साथी होते हैं. അതായത് കണ്ണുനീർ എന്ന് പറയുന്നത് ഓരോരോ വ്യക്തിയുടെ ജീവിതത്തിലെയും എന്താണ്? യഥാർത്ഥ ഒരു കൂട്ടുകാരനാണ് അല്ലെ. കണ്ണുനീരില്ലാതെ ഒരു നിമിഷമെങ്കിലും കരയാത്ത ആരെങ്കിലും ഉണ്ടോ ജീവിതത്തിൽ? ഇല്ല. ഏതെങ്കിലും ഒരു കാര്യത്തിൽ, ഏതെങ്കിലും ഒരു അവസരത്തിൽ, സന്തോഷം വരുമ്പോഴോ സങ്കടം വരുമ്പോഴോ ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കരഞ്ഞിട്ടുണ്ട്. അതിന് ആൺ പെൺ വ്യത്യാസമൊന്നും ഇല്ല അല്ലേ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? आप इस बात से सहमत होंगे कि आंसू प्रत्येक व्यक्ति के जीवन के सच्चे साथी होते हैं क्योंकि ये हर समय साथ देते हैं, चाहे सुख का समय हो या दुख का समय. ഏത് സമയത്തും നമ്മളോടുള്ള നമ്മുടെ ഒരു അടുത്ത മിത്രമാണ് ആര്? ആംസു, കണ്ണുനീർ എന്ന് പറയുന്നത്. അതിന് പ്രത്യേക സമയമൊന്നുമില്ല. അത് ഏത് സമയമാകട്ടെ, ഹർ സമയ സാത്ത് ദേത്തെ, എല്ലാ സമയത്തും നമ്മളോടൊപ്പം ഉണ്ട്. അത് എന്തിന്റെയൊക്കെ സമയമായാലും, സുഖക്കാ സമയമായാലും ദുഃഖക്കാ സമയമായാലും. ഇവിടെ സുഖം സന്തോഷം വരുമ്പോൾ കരയുന്നവരുണ്ട് അല്ലേ, നമ്മൾ പറയും സന്തോഷാശ്രു എന്ന് പറയും. हमारे जीवन में हमारा प्रिय या संबंधी यदि हमारे पास नहीं होता तो उसके साथ बिताए गए अच्छे समय की यादें भी आंखें में आंसू ले जाती है. നമ്മുടെ അടുത്ത് നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്ന ഒരാൾ നമ്മളടുത്ത് ഇല്ലെങ്കിൽ ആ ആളെ പറ്റി ഓർത്ത് നമ്മുടെ കണ്ണുകൾ എന്ത് ചെയ്യാറുണ്ട്? നിറയാറുണ്ട്. ये आंसू खुशी के होने के साथ साथ दुख भी लिए हुए होते हैं.
എന്താണ്, സന്തോഷത്തോടൊപ്പം ആ ആംസു എന്താണ്, സങ്കടത്തെയും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് തരുന്നുണ്ട് അല്ലെ. कवि बेचन ने इसी मनोभाव को स्पष्ट करते हुए कहा है कि सुख में बीते हुए समय को याद करके भी व्यक्ति की आंखों में आंसू आ जाता है. ഇതിനെയൊക്കെ പറഞ്ഞുകൊണ്ട് കവി പറയുകയാണ്, സുഖമേ ബീത്തേ ഹുയെ, നമുക്ക് സന്തോഷം സുഖം കിട്ടിയ സമയത്തെ പറ്റി ഓർത്തും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കരയാറുണ്ട്. क्योंकि उसे ऐसा लगता है कि जो खुशी के पल बीत चुके हैं वे अब दोबारा वापस नहीं आ सकते हैं. അതായത് ഒരു സന്തോഷം നിറഞ്ഞ ഒരു സമയം അത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു പോയി, ഇനി ആ സമയം വരണമെന്ന് വെച്ചാൽ നടക്കൂ, ഇല്ല, അത് കഴിഞ്ഞു പോയി. ആ സമയത്ത് നമുക്കൊരു സന്തോഷം ആ ഒരു കാര്യം കൊണ്ടുണ്ടായി, ആ സമയം ഇനി തിരിച്ച് വരില്ല. सुख के बीते पलों के साथ दुख के वर्तमान दिनों को जोड़ देने से मन व्यथित हो जाते हैं. സുഖം, അതായത് ഞാൻ ഇരുന്ന് ഓർക്കുകയാണ്, എനിക്ക് നല്ല സന്തോഷം തന്ന കുറേ കാര്യങ്ങളെ പറ്റി ഞാൻ ഇങ്ങനെ ഓർക്കുന്ന ആ നിമിഷത്തില് അതിനോടൊപ്പം ദുഃഖക്കെ വർത്തമാൻ ദിനം, ഇന്നത്തെ ഞാൻ ഇപ്പൊ ദുഃഖത്തിലാണ്, ഇപ്പൊ എന്റെ അവസ്ഥ എന്താണ്, വർത്തമാൻ സമയം ദുഃഖത്തിലാണ്, ആ ദുഃഖകരമായ കാര്യങ്ങളും കൂടെ ഞാൻ ചേർക്കുമ്പോൾ, ആ സുഖത്തോടൊപ്പം ഈ ദുഃഖം കൂടി ഞാൻ ചേർത്ത് വായിക്കുമ്പോൾ മൻ വ്യതിത് ഹോ ജാത്ത ഹെ, എന്റെ മനസ്സ് എന്താകും, ആകെ ദുഃഖിതമായി മാറും. पीड़ा में डूबे व्यक्ति के लिए स्वयं को मानसिक और शारीरिक दोनों ही रूपों से संभालना कठिन हो जाता है. വേദനയിൽ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വയം എന്ത്, മാനസികമായും ശാരീരികമായും രണ്ടും നിയന്ത്രിക്കുക എന്ന് പറയുന്നത് എന്താണ്, കഠിനകരമായ കാര്യം. നമുക്ക് തന്നെ അറിയാം, ചിലപ്പോൾ നമുക്ക് വല്ലാത്ത ദുഃഖം തോന്നും, നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല, മനസ്സും ശരീരവും നമ്മുടെ കയ്യിൽ നിൽക്കില്ല, നമ്മൾ വളരെ എന്ത് ചെയ്യും, ദേഷ്യം വരുമ്പോഴോ ദുഃഖം വരുമ്പോഴോ ഒക്കെ നമ്മൾ വല്ലാതെ വൈകാരികമായി മാറിപ്പോകും അല്ലേ. അപ്പോ എന്താണ്, ആ വേദനയിൽ മുങ്ങുന്ന ആ സമയത്ത് സ്വയം നമുക്ക് എന്ത് ചെയ്യില്ല, നമ്മുടെ മനസ്സോ ശരീരത്തിനോ എന്ത് ചെയ്യാൻ പറ്റില്ല, നിയന്ത്രിക്കാൻ കഴിയില്ല. ऐसी स्थिति में व्यक्ति अपने वर्तमान के साथ तालमेल नहीं बैठ पाता और अपने कर्तव्य को भी नहीं निभा पाता. संवेदनशील कवि इस स्थिति को फली फांदी समझने हैं कि इसलिए वे अपनी निजी जीवन के अनुभवों से बहुत दुखी होते हैं. അപ്പോൾ കവി തന്റെ എന്താണ് നിജമായ ജീവിതത്തിൽ, അതായത് ഇപ്പൊ എന്താ പറയുന്നത്, അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു, നമ്മൾ പറഞ്ഞപ്പോഴേ ആദ്യമേ പറഞ്ഞു അദ്ദേഹത്തിന് ഭാര്യയോട് വല്ലാത്ത ഇഷ്ടം ഉണ്ടായിരുന്നു, ആ ഭാര്യ മരിച്ചപ്പോൾ താനും കൂടെ മരിച്ചിരുന്നെങ്കിൽ എന്ന് ഓർത്തു. പിന്നെ അദ്ദേഹം ഭാര്യയെ കുറിച്ചുള്ള നല്ല നല്ല ഓർമ്മകൾ ഓർക്കുന്നുണ്ട്, അതേസമയം സന്തോഷവും ഉണ്ട്, അവർ വിട്ടുപോയതിനുള്ള വിഷമവും അദ്ദേഹത്തിനുണ്ട്. അതുപോലെ തന്നെയാണ് എല്ലാ മനുഷ്യർക്കും സുഖവും ദുഃഖവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ എന്താണ്, സമ്മിശ്രമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. परंतु केवल दुखी रहने से और अवसादों से घिरे रहने से जीवन व्यतीत करना संभव नहीं. ഒരു ദുഃഖം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വെച്ച് ഞാൻ എപ്പോഴും ഒന്ന് ദുഃഖിതനായിട്ട് എന്റെ സമയം കളയുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമാണോ? അല്ല. അങ്ങനെ നമ്മുടെ ജീവിതം വ്യതീത് കാരണം സംഭവം നഹീം, അങ്ങനെ നമ്മുടെ ജീവിതം കഴിച്ചു കൂട്ടുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കുന്ന സംഭവം അല്ല. इसलिए कवि का मानना है कि मैं खुद ही अपने वर्तमान को नष्ट कर रहा हूं. കവി എന്താ പറയുന്നത്, ഇപ്പൊ അദ്ദേഹത്തിന്റെ വർത്തമാനത്തില് ഇപ്പൊ ഒരുപാട് ദുഃഖിതമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്, എന്നാൽ അദ്ദേഹത്തിന് സന്തോഷം നിറഞ്ഞ കാര്യങ്ങളുണ്ട്. അത് ഓർക്കുമ്പോൾ ഇപ്പോഴത്തെ ഈ വർത്തമാനകാലം തന്റെ ഇടയിലേക്ക് കയറി വന്ന് അദ്ദേഹത്തെ ആകെ ആശയക്കുഴപ്പത്തിലാക്കുന്നു അല്ലെ. इसलिए कवि का मानना है कि मैं खुद ही अपने वर्तमान को नष्ट कर रहा हूं. इसका आशय यह है कि വ്യക്തി खुद ही अपने आप को कष्ट देकर अपना समय बर्बाद कर रहा है. അതായത് വ്യക്തി സ്വയം നമ്മൾ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ച് നമ്മുടെ സമയം എന്ത് ചെയ്യുകയാണ്, ബർബാദ് करना മീൻസ് നശിപ്പിക്കുകയാണ്. इन पंक्तियों के माध्यम से कवि एक सीख देना चाहता है. സത്യം ഈ ഇത്രയും നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ചുരുക്കി താഴെ കവി പറയുന്നുണ്ട്. എന്താണ്, जीवन के अवसादों से निकलकर वर्तमान में जीवन यापन करने ही ശ്രേയകർ ഹേ. അതായത് നമുക്ക് ദുഃഖങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ആ ദുഃഖത്തിൽ തന്നെ കിടക്കാതെ നമ്മുടെ പുതിയ കാലത്തിലേക്ക് നമ്മൾ ഇപ്പോൾ എന്താണോ അതിൽ വന്ന് ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പഴയ കാര്യങ്ങൾ ഓർത്ത് നമ്മൾ സമയം കഴിക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല അല്ലെ. क्योंकि जो कुछ बीत चुका है उसे बदलना नहीं जा सकता. ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞു, ഇപ്പൊ നമുക്ക് വേണ്ടപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും നമ്മളിൽ നിന്ന് വിട്ടുപോവുകയോ അകലുകയോ ചെയ്തു, ഇനി അവരെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരിക്കലും, നമുക്കിവിടെ കവിയെ തന്നെ എടുക്കാം, കവിയുടെ വൈഫ് എന്ത് ചെയ്തു, മരിച്ചുപോയി. ഇനി അവരെ പറ്റി ഓർക്കുമ്പോൾ അദ്ദേഹത്തിന് സന്തോഷമുള്ള ഓർമ്മകളും ഉണ്ട്, അവർ മരിച്ച കാര്യം ഓർക്കുമ്പം ദുഃഖവും ഉണ്ട്. അദ്ദേഹം പറയുന്ന പോലെ ഞാൻ ജീവിക്കേണ്ടത് വർത്തമാനത്തിലാണ്, ഇപ്പൊ നടന്ന സംഭവങ്ങളെല്ലാം കൂടെ ഓർത്ത് ഞാൻ എന്റെ സമയം കളയുന്നതിൽ അർത്ഥമുണ്ടോ? ഇല്ല. അപ്പൊ എന്താണ്, ഈ പറഞ്ഞ ദുഃഖങ്ങളിൽ നിന്നെല്ലാം പുറത്തിറങ്ങി വർത്തമാനമേം ജീവനയാപൻ കാരണം ഇന്നിപ്പോൾ പ്രസന്റ് എന്താണോ അതിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ശ്രേയസ്, നല്ല കാര്യം. ക്യോംകി ജോ കുച്ച് ബീത് ചുക്കാ ഉസേ ബദൽനാ നഹീ ജാ സക്താ. കഴിഞ്ഞ കാര്യങ്ങളെ തിരുത്താൻ നമുക്ക് കഴിയില്ല അല്ലെ. അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു,
അദ്ദേഹം ഇരുന്ന് ഓർത്തെന്ന് കരുതി ജീവനോടെ ഭാര്യ തിരിച്ചു വരും ഒരിക്കലും ഇല്ല. അപ്പൊ അദ്ദേഹം കരഞ്ഞു തീർക്കാം എന്നല്ലാതെ സന്തോഷകരമായ നിമിഷങ്ങളും ഓർക്കാം, ദുഃഖകരമായ നിമിഷങ്ങളും ഓർക്കാം. അത് തന്നെ ചിന്തിച്ചിരിക്കുന്ന ജീവിതം പാഴിപ്പോവും. അപ്പൊ എന്ത് ചെയ്യുക? അതൊക്കെ മനസ്സിൽ വരും, പോവും. നമ്മൾ അതൊക്കെ മുൻകൂട്ടി കണ്ട് എന്ത് ചെയ്യുക? മുൻപേ പോവുക. अपने वर्तमान समय को व्यर्थ करके कर्तव्यों से भागकर जीवन में कुछ भी प्राप्त नहीं किया जा सकता है. നമ്മൾ എന്ത് ചെയ്യുക? അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നാൽ എന്താണ്ടാ? നമ്മുടെ വർത്തമാന സമയക്കോ വ്യർത്ഥ കർക്കെ, നമ്മുടെ വർത്തമാന സമയം, ഇന്നത്തെ നമ്മുടെ സമയം വളരെ എന്താണ്? വെറുതെ പാഴിപ്പോവും. കർത്തവ്യം സെ ഭാഗക്കർ ജീവൻ മേ കുച്ച് ഭി പ്രാപ്ത് നഹീ കിയാ ജാ സക്താ. നമ്മൾ നമ്മുടെ കർത്തവ്യങ്ങളിൽ നിന്നൊക്കെ ഒളിച്ചോടേണ്ടി വരും. അങ്ങനെ നാം പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നേട്ടം വല്ലതും ഉണ്ടാകുമോ? ഇല്ല. അതുകൊണ്ട് എന്തെന്നാ പറയുന്നത്? എത്ര ദുഃഖമുണ്ടെങ്കിലും സന്തോഷം മനസ്സിലുണ്ടെങ്കിലും ദുഃഖം വന്നാലും ഇന്ന് എന്താണെന്ന് നമ്മൾ കണ്ട് അതിനനുസരിച്ച് മുമ്പോട്ട് പോയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വത്തോടെ മുമ്പോട്ട് പോകാൻ പറ്റൂ. അല്ലാതെ എല്ലാത്തിൽ നിന്നും ഒളിച്ചോടുക എന്ന് പറയുന്നത് സ്ഥിരമായി പറ്റുന്ന ഒരു കാര്യമാണോ? അല്ല. इनी अवसानता स्टैंड्स. इन पंक्तियों में कवि ने उन्माद और अवसाद के क्षणों को याद करते हुए मन पर होने वाले प्रभाव को व्यक्त किया है. സന്തോഷത്തെ പറ്റിയും ദുഃഖത്തെ പറ്റിയും ഓർത്തുകൊണ്ട് മനസ്സിന് വരുന്ന കുറച്ച് എന്താണ് പ്രഭാവത്തെ പറ്റി, സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് വ്യക്തമാക്കുന്നത്. യഹാ ബഹ് സ്വയം കോ യാദോം കെ ബന്ധൻ സെ छुटकारा पाने का രാസ്ത ढूंढ रहा है. അദ്ദേഹം എങ്ങനെയെങ്കിലും ഈ ബന്ധനത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും എനിക്ക് പൊട്ടിച്ച് വെളിയിലേക്ക് വരണം, അതിനെന്താണ് വഴി എന്നാണ് അദ്ദേഹം ആലോചിക്കുന്നത്. कवि के सुख और दुख की स्मृतियों में डूबे रहने से केवल दुख ही प्राप्त होता है. കവി പറയുന്നത് എന്താണ്? ഞാൻ സുഖകരമായ കാര്യങ്ങളും ഓർക്കുന്നു, ദുഃഖകരമായ കാര്യങ്ങളും ഓർക്കുന്നു, പക്ഷെ എനിക്ക് എപ്പോഴും കിട്ടുന്നത് എന്താണ്? കേവലം ദുഃഖം മാത്രമാണ്. स्मृतियां चाहे सुगमीम हो या दुख की, कवि का मानना है कि इन्हें याद करके केवल पछतावा होता है, क्योंकि वह इन पलों को अपने जीवन में वापस कभी भी नहीं ला सकता. സുഖമാകട്ടെ ദുഃഖമാകട്ടെ അതിനെപ്പറ്റി ആലോചിച്ച് കേവലം നമുക്ക് പശ്ചാത്തപിക്കാൻ മാത്രമേ പറ്റൂ. കാരണം എന്താണ്? ഇനി അതിനെ തിരിച്ചു കൊണ്ടുവരാൻ, ആ സുഖത്തെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് പറ്റില്ല. വഹ് ഇൻ പലോക്കോ അപ്പനെ ജീവൻ മേ, പൽ മീൻസ് നിമിഷങ്ങളെ, തന്റെ ജീവിതത്തിലേക്ക് വാപ്പസ് കഫീഫി നഹി ലാ സക്ത, ഇനി ഒരിക്കലും തന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കവിക്ക് കഴിയില്ല. ഇത്തന സബ് സമझते हुए कवि अपनी विवशता को व्यक्त करता है. जानते हैं कि यह विवशता क्या है. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്റെ ബുദ്ധിമുട്ട് പറയുകയാണ്. എന്താണ് അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട്? അദ്ദേഹത്തിന്റെ വിവശതയുടെ കാരണം എന്താണ്? യഹ് ഹേ യാദോം കെ ബന്ധൻ സെ സ്വയം കോ മുക്ത ന കർ പാന. അദ്ദേഹത്തിന് ഈ ഓർമ്മകളുടെ ബന്ധനത്തിൽ നിന്ന് സ്വയം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? പൊട്ടിച്ചെറിയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. कवि ने बड़े ही मार्मिक तरीके से इस बात को कहा है कि यादों से छुटकारा पाना उसके वश में नहीं है, ऐसा नहीं कि यह कवि के साथ ही हो रहा है. അതായത് ഈ പറയുന്ന ഓർമ്മകളിൽ നിന്ന്, അത് സന്തോഷം നിറഞ്ഞതുകൊണ്ട് ദുഃഖം നിറഞ്ഞതുകൊണ്ട്, ആ ദുഃഖം നിറഞ്ഞ ഓർമ്മകളിൽ നിന്ന് പൊട്ടിച്ചു വരാൻ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നില്ല? പറ്റുന്നില്ല അല്ലേ? ഇഹ് സഫീക്കെ സാത്ത് ഹോത്ത ഹെ. കവി പറഞ്ഞത് എനിക്ക് മാത്രമുള്ള കാര്യമാണോ? അല്ല, നമുക്ക് എല്ലാവർക്കും ഉണ്ട് ദുഃഖം. നമ്മളത് മറക്കണം എന്ന് വിചാരിച്ചാലും നമുക്ക് അതിൽ നിന്ന് മുക്തമാവാൻ പറ്റുന്നുണ്ടോ? ഇല്ല. നമ്മളെ തേടി തേടി അത് പിന്നെയും നമ്മുടെ അടുത്തേക്ക് വരും. ഹമാരെ സാത്ത് ഭി कवि ने बड़े प्रभावी तरीके से जीवन भर यादों के पड़ने वाले प्रभाव को यहाँ व्यक्त किया है. കവി എന്താ ചെയ്യുന്നത് ഇവിടെ? നമ്മുടെ ജീവിതത്തിൽ ഓർമ്മകൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് കവി ഇവിടെ പറയുന്നത്. അപ്പം കവി മൊത്തത്തിൽ പറഞ്ഞത് എന്താണ്? നമ്മുടെ ജീവിതത്തിൽ സുഖമുണ്ട്, ദുഃഖമുണ്ട്, നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളുമുണ്ട്, സങ്കടം തരുന്ന കാര്യങ്ങളുമുണ്ട്. സന്തോഷം തരുന്ന കാര്യങ്ങൾ വരുന്ന കൂട്ടത്തിൽ പോലും നമുക്ക് അതിനോടൊപ്പം എന്താണ്? അശ്രുക്കൾ, കണ്ണുനീര് വരാറുണ്ട് അല്ലേ? അത് നല്ല കാര്യം ഓർത്തും കണ്ണുനീര് വരുന്നുണ്ട്, എന്താണ് ദുഃഖകരമായ കാര്യങ്ങളിൽ നമുക്ക് കണ്ണുനീര് വരുന്നുണ്ട്. കവി പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തോർത്ത് നമ്മൾ നമ്മുടെ വർത്തമാനകാലം നശിപ്പിക്കാതെ എന്ത് ചെയ്യുക? അതിനെ മറക്കാൻ ശ്രമിക്കണമെന്ന് കവി ആഗ്രഹിക്കുന്നു. പക്ഷെ കവിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? അതിനെല്ലാം ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കവിക്ക് പറ്റുന്നില്ല. കവി പറയുന്നത് ഇത് കവിയുടെ മാത്രം പ്രശ്നമാണോ? നമ്മൾ ഓരോ മനുഷ്യരുടെയും പ്രശ്നമാണ്. നമുക്ക് അതിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെട്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അത് നമ്മുടെ കൂടെ തന്നെ കാണുമല്ലേ? നോക്കിക്കേ, ഇനി നമുക്ക് ഈ കവിതയുടെ ഭാവ സൗന്ദര്യവും ശില്പ സൗന്ദര്യത്തെ പറ്റിയുമാണ് പറയാനുള്ളത്. हर अनुभवी व्यक्ति के जीवन में ऐसा समय आता है जब वह अतीत के अनगिनत सुख दुख वाले दिनों का याद करता है. इन दिनों को याद करके वह वर्तमान में प्रसन्न होता है या उदास होता है. അതായത് നമ്മൾ ഓരോരുത്തരുടെ മനുഷ്യരിലും ജീവിതത്തിലും ഉണ്ട് എണ്ണപ്പെടാൻ കഴിയാത്തത്ര നല്ല കാര്യങ്ങളും ദുഃഖകരമായ കാര്യങ്ങളും നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. പക്ഷെ ആ ദിനങ്ങളെ പറ്റി നമ്മൾ വർത്തമാനത്തിൽ ഓർക്കുന്ന സമയത്ത്, പ്രസന്റിൽ നമ്മൾ ഓർക്കുന്ന സമയത്ത് നമുക്ക് എന്ത് തോന്നും? സന്തോഷവും തോന്നാറുണ്ട്, സങ്കടവും തോന്നാറുണ്ട്. ഉദാസി യാ ദുഃഖ ഭാവ ഈ പ്രഭാവശാലി അഭിവ്യക്തി ഈ കവിതാമേ ഹുയി. അതിനെ പറ്റിയുള്ള
അഭിവ്യക്തിയാണ്. അതിനെ പറ്റിയാണ് നമ്മുടെ ഈ കവിതയിൽ കാണാൻ കഴിയുന്നത്. കവിനെ ബെഡെ മാർമിക് ഡംഗ് സെ ഇസ് ബാത് കി അഭിവ്യക്തി കി ഹെ. വളരെ ഹൃദയസ്പർശിയായ രൂപത്തിൽ തന്നെ കവി ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഈ കവിതയിലൂടെ ചൂണ്ടിക്കാണിച്ച് തരുന്നുണ്ട്. സ്മൃതിയോം യാദോം സെ ചുട്കാര പാന കിസി കെ ലിയെ സംഭവ നഹിം ഹോത്ത. കവി പറയുന്നു, ഓർമ്മകളിൽ നിന്ന് വിട്ടുപോവുക എന്ന് പറയുന്നത് ആർക്കും ഒരിക്കലും പൂർണ്ണമായി ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? അല്ല. വർത്തമാൻ കെ സൂൻ പനേമേ സ്മൃതിയാം ഹൽച്ചൽ പർദ്ദേത്തെ. അതിപ്പോ എത്ര വലിയ ഓർമ്മകളായാലും അത് നമ്മളോടൊപ്പം എന്ത് ചെയ്യും? വർത്തമാനത്തിലും കാണും അല്ലെ. എന്താണ് ശില്പ സൗന്ദര്യം? ഇസെ ഭാവുകതാപൂർവ്വ കവിതാക്കി ഇസ് ഭാവുകതാപൂർവ്വ കവിതാക്കി ഭാഷ സഹജ് സരൾ ഹെ. ഭാഷ എന്താണ്? വളരെ ലളിതമായ സിമ്പിളായ ഭാഷയാണ്. ഇസ്മേം സങ്കേതാത്മക ശബ്ദവും കാ പ്രയോഗ ഹുവാ ഹെ. എന്താണ്? കുറച്ച് സൂചന തരുന്ന വാക്കുകൾ ശബ്ദങ്ങൾ ഇതിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ലാക്ഷണികത ഭി ഹെ അനുപ്രാസ് ഏവം പുനരുക്തി പ്രകാശ് അലങ്കാർ ഹെ. നമ്മൾ മുമ്പ് വായിച്ചിരുന്നു. അനുപ്രാസ് അലങ്കാരമുണ്ട്, പുനരുക്തി പ്രകാശ് അലങ്കാരവും ഉണ്ട്. ദിൽ ഭാരി ഹോന മുഹാവര ഹെ. ദിൽ ഭാരി ഹോന എന്ന് പറയുന്നത് എന്താണ്? ഒരു മുഹാവര, പഴഞ്ചൊല്ലാണ്. കവിതാക്കി പങ്ക്തിയ പ്രശ്നാത്മക ഹെ. ചോദ്യങ്ങൾ എന്താണ്? കവിതയുടെ വരികളൊക്കെ എന്താണ്? ചോദ്യം പോലെയാണ്. പർ വേ പ്രശ്ന ന ഹോക്കർ ബെജുത്ത് കുച്ച് ഹോനേക്ക അഭിവ്യക്തി കർത്തിയ. നമ്മൾ നേരത്തെ പറഞ്ഞു, കണ്ടാൽ എന്താണ്? ചോദ്യം പോലെ തോന്നും, പക്ഷെ അത് ചോദ്യമല്ല, ഒരുപാടുണ്ട് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ്. അതായത് കവിക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്, അതിൽ ഏതിനെ ഓർക്കും, ഏത് മറക്കും എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്നത് ഉത്തർ ഛായാവാദി കവിതയിലായിരുന്നു. ഉത്തർ ഛായാവാദി കവിതയിലെ 2 കവികൾ രാംധാരി സിംഗ് ദിൻകറും ഹരിവംശ് റായ് ബച്ചനുമാണ് നമ്മൾ പഠിച്ചത്. അവരുടെ 2 പേരുടെയും കവിത നമുക്ക് കഴിഞ്ഞു. ഇനി ആ 2 കവിതകളുടെയും ഭാവസൗന്ദര്യം എന്തൊക്കെയാണെന്ന് നോക്കാം. അതില് ബച്ചന്റെ കവിത, ദിൻകറിൻ്റെതും ഉണ്ട്, ബച്ചനും ഉണ്ട്. ദിൻകറിൻ്റെതിന് എന്താണ്? ദേശപ്രേം, വീരത, അവർ ഓജുക്ക സമന്വയം. എന്താണ്? ദേശപ്രേമവും വീരതയും ഒക്കെയായിരുന്നു. പിന്നെ എന്താണ്? പ്രേരണ, ഉത്സാഹ, ഉമങ്ക്. നമ്മളെ എന്താണ്? രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാനും ദേശത്തിന് വേണ്ടി പോരാടാനും ഉള്ള പ്രേരണയും ഉത്സാഹവും ഉമങ്കവും ഒക്കെയാണ് നൽകിയിരുന്നത്. വൈരാഗിക ഖണ്ഡൻ ആയിരുന്നു അല്ലെ. എന്നാൽ ഇവിടെയോ സ്മൃതിയോം കാ പ്രഭാവം, ഓർമ്മകളെ പറ്റിയാണ്. സുഖ ദുഃഖിക്ക് സാത്ത സാത്ത അനുഭൂതി, സുഖത്തോടും ദുഃഖത്തോടും കൂടിയുള്ള അനുഭവങ്ങളാണ്. വർത്തമാൻ കെ സൂന്യപ്പന്മേ സ്മൃതിയോം കാ ഹാൽച്ചൽ, നമ്മുടെ വർത്തമാന പ്രസന്റ് സിറ്റുവേഷനിൽ നമ്മുടെ ഓർമ്മകൾ എങ്ങനെ. സ്മൃതിയോം സെ ചുട്കാര സംഭവ നഹിയെ, സ്മൃതിയിൽ നിന്ന് പുറത്തു വരിക എന്ന് പറയുന്നത് ഒരിക്കലും സംഭവ്യമായ കാര്യം അല്ല. അതാണ് ഭാവസൗന്ദര്യത്തിൽ വന്നത്. ഇനി ശില്പ സൗന്ദര്യത്തിൽ എന്താണ്? ലാക്ഷണികത, ഓജ്പൂർണ് ശബ്ദാവലി, തത്സം ശബ്ദാവലി, ലയാത്മകത ഏവം ഗത്യാത്മകത. ഇപ്പുറത്താണെങ്കിലോ സഹജ് സരൾ ഭാഷ, ലാക്ഷണികത, സാങ്കേതികത, പ്രശ്നാത്മക ശൈലി, അനുപ്രാസ്, അവർ പുനരുക്തി പ്രകാശ്, അലങ്കാർ. മറ്റതിൽ അലങ്കാരങ്ങളൊന്നും പറയുന്നില്ല. ഇനി നമുക്ക് കവികളെ പറ്റി ഒന്ന് നോക്കാം. രാംധാരി സിംഗ് ദിൻകർ. रामधारी सिंह दिनकर का जन्म 1908 ईस्वी में सिमरिया जिला मुंगेर में हुआ। उन्होंने BA तक पटना विश्वविद्यालय से शिक्षा प्राप्त की और सीतामढ़ी में सब रजिस्ट्रार पद पर कार्य प्रारंभ किया। वे राज्यसभा के सदस्य എപ്പോഴായിരുന്നു? 1952 മുതൽ 1964 വരെ ആയിരുന്നു. ഭാഗൽപൂർ വിശ്വവിദ്യാലയക്ക് കുൽപതി. ഏതൊക്കെ വർഷം? 1964 മുതൽ 65 വരെ. तथा भारत सरकार में हिंदी सलाहकार के पद पर कार्यरत है। उनकी लगभग 50 കൃതിയാ പ്രകാശിത है. അപ്പൊ ജനിച്ചത് 1908 പിന്നെ പറഞ്ഞു BA ഒക്കെ എവിടെയായിരുന്നു? പട്ന വിശ്വവിദ്യാലയത്തിലായിരുന്നു. പിന്നെ കുറച്ചു നാൾ അദ്ദേഹം സബ് രജിസ്ട്രാർ ആയിട്ട് ജോലി ചെയ്തു, രാജ്യസഭയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. മൊത്തത്തിൽ 50 കൃതികൾ അദ്ദേഹത്തിൻ്റെതായിട്ട് പ്രകാശനം ചെയ്തിട്ടുണ്ട് അല്ലേ. हिंदी काव्य जगत को छायावादी प्रभाव से मुक्त करने वाले കവിയോ में ദിൻകർ का नाम प्रमुख है. ഹിന്ദി കാവ്യ ലോകത്തിനെ ഏതിൽ നിന്ന്? നമ്മൾ ഇപ്പൊ പഠിക്കുന്നത് എന്താണ്? ഉത്തർ ഛായാവാദിയാണ്. അപ്പൊ ഛായാവാദിയുടെ സ്വാധീനത്തിൽ നിന്ന് മുക്തമാക്കിയ കവികളിൽ ദിൻകറിന്റെ നാം പ്രമുഖമാണ്. ദിൻകർ की प्रवाहमयी ओजस्विनी कविताओं का हिंदी साहित्य में विशिष्ट महत्व है. उनके प्रमुख प्रबंध കാവ്യോമേം കുരുക്ഷേത്ര. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പ്രബന്ധ കാവ്യങ്ങൾ ഏതൊക്കെയാണ്? കുരുക്ഷേത്ര 1946, രശ്മിരഥി ഔർ ഉർവശി 1961, ഷാമിൽ ഹെ. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പ്രബന്ധ കാവ്യങ്ങളിൽ ഏതൊക്കെയാണ് വരുന്നത്? കുരുക്ഷേത്ര, രശ്മിരഥി ഔർ ഉർവശി ഇതൊക്കെയാണ്. ഉൻകി ഗദ്യരചനാവോമേം സാംസ്കൃതികെ 4 അധ്യായ പ്രമുഖ ഹെ. അദ്ദേഹത്തിന്റെ ഗദ്യരചനകളുണ്ട്.
इसके अतिरिक्त उन्होंने मिट्टी की और काव्य की भूमिका, पंत, प्रसाद और मैथिली शरण गुप्त, शुद्ध कविता की खोज ആദ്യ അനേക സമീക്ഷാത്മക നിബന്ധ ലിഖി. അങ്ങനെ കുറെ നിബന്ധങ്ങളും എഴുതിയിട്ടുണ്ട്, പ്രബന്ധകാവ്യങ്ങൾ എഴുതിയിട്ടുണ്ട്, ഗദ്യരചനകളുണ്ട്, നിബന്ധ കാവ്യങ്ങളും ഉണ്ട്. ഉൻകാ ദേഹാവസാൻ സൻ 1974 എന്ന് 1974 അദ്ദേഹം എന്ത് ചെയ്തു, മരണപ്പെട്ടു. അടുത്ത ആരാണ്? ബച്ചൻ, ഹരിവംശ റായ് ബച്ചൻ. എന്നാണ് ജന്മ? 27 നവംബർ 1907 ആര് ജനിച്ചത്? ഹരിവംശ റായ് ബച്ചൻ ജനിച്ചത്. വേ ഉത്തർ ഛായാവാദ് കെ പ്രമുഖ കവിയോ മേ ഹെ. അവർ രണ്ടുപേരും ഏതിൽ വരുന്നതാണ്? ഉത്തർ ഛായാവാദ് കവികളാണ്. മധുശാല ഉൻകെ ലോകപ്രിയ പ്രിയതാക്ക ആധാർ ഹെ. ബച്ചൻ ഏറ്റവും ഫേമസ് ആവാനുള്ള കാരണം അദ്ദേഹത്തിന്റെ ഏത് രചനയാണ്? മധുശാല എന്ന് പറയുന്ന രചനയിലൂടെയാണ് അദ്ദേഹം ലോകപ്രിയനായി മാറിയത്. उन्होंने इलाहाबाद विश्वविद्यालय में अंग्रेजी का अध्ययन किया. इसके बाद वे भारत सरकार के विदेश मंत्रालय में हिंदी विशेषज्ञ रहे. वे राज्यसभा के मनोनीत सदस्य भी रहे. ബച്ചൻ ജീനെ അനേക വിധാവുമേ ലേഖൻ കിയ. ഒരു മേഖലയിൽ മാത്രമല്ല, ഒരുപാട് മേഖലയിൽ അദ്ദേഹം രചന നടത്തി. മധുശാല, മധുബാല, മധുകലസ്, നിശാ നിമന്ത്രൺ, സദരംഗിനി, ഖാദി കെ ഫൂൽ, ബുദ്ധ് ഔർ നാച്ച്ഘർ, സഫി കവിതാ സംഗ്രഹം. ഇത്രയൊക്കെ എന്താണ്? കവിതാ സംഗ്രഹങ്ങളാണ്. അവർ ക്യാ ഫൂലും ക്യാ യാദ്കരും, നീഡ് കാ നിർമാൺ, ഫിർ ബസേരെ സെ ദൂർ, ദശ്ദ്വാർഥേ സോപാൻ തക്ക്. ആത്മകഥ, അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ 4 ഭാഗങ്ങളുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അതിൽ ഒന്നാണ് ഏത്? ക്യാ ഫൂലും ക്യാ യാദ്കരും, നീഡ് കാ നിമന്ത്രൺ, ഫിർ ബസേരെ സെ ദൂർ, ദശ്ദ്വാർഥേ സോപാൻ തക്ക്. അതിനകത്തുനിന്നുള്ള ഒരു ഭാഗമായ ക്യാ ഫൂലും ക്യാ യാദ്കരുമാണ് നമ്മൾ പഠിച്ചത്. ബച്ചൻ ജിക്കോ അനേക പുരസ്കാർ ഏവം സമ്മാൻ മിലെ ജോ ഹെ. എന്തൊക്കെയാണ്? ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? സാഹിത്യ അക്കാദമി സമ്മാൻ, സോവിയറ്റ് ലൈൻസ് നെഹ്റു സമ്മാൻ, സരസ്വതി സമ്മാൻ ഏവം പത്മഭൂഷൺ. എന്ന് അദ്ദേഹം മരിച്ചത് ജനുവരി 18, 2003 മുംബൈയിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അപ്പോൾ അത്ര ആയപ്പോൾ നമ്മുടെ പാഠം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോൾ പഠിച്ചത് ഏത് രചനയെ പറ്റിയായിരുന്നു? ഉത്തർ ഛായാവാദി കവിതയിലുള്ള 2 പ്രധാന ലേഖകരാരൊക്കെയായിരുന്നു? ദിൻകറും ബച്ചനുമായിരുന്നു. നമ്മൾ ഭക്തികാവ്യങ്ങൾ പഠിച്ചു, അതിൽ കുറച്ച് കവികളെ പറ്റി പറഞ്ഞിരുന്നു. ഇപ്പൊ പഠിച്ചത് ഉത്തർ ഛായാവാദി, അതായത് ഛായാവാദിന് ശേഷം എന്നാൽ പ്രഗതിവാദിന് മുൻപ് ഉള്ള സമയമാണ് ഉത്തർ ഛായാവാദി കവിത. അതിൽ 2 പേര് ദിൻകർ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം രാംധാരി സിംഗ് ദിൻകറും, ബച്ചൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണനാമം ഹരിവംശ റായ് ബച്ചനും ആണ്. അതില് ബച്ചൻ്റെത് എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ വരുന്ന ഒരു ഭാഗമായിരുന്നു നമ്മൾ പഠിച്ചത്, ക്യാ ഫൂലും ക്യാ യാദ് കറൂം മേ. അപ്പോൾ പാഠം നന്നായിട്ട് വായിച്ചു നോക്കി മനസ്സിലാക്കുക. നമ്മുടെ അടുത്ത പാഠവും കഴിഞ്ഞിട്ടുണ്ട്. കവിത നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം. കവികളുടെ പേര് വിട്ടുപോകരുത്. ദിൻകർ എന്നൊക്കെ തന്നാൽ പൂർണ്ണനാമം, പേരൊക്കെ മറക്കരുത്. പൂർണ്ണനാമം എന്ന് പറയുന്നത് രാംധാരി സിംഗ് ദിൻകറും, ബച്ചൻ എന്താണ്? ഹരിവംശ റായ് ബച്ചനും ആണ്. അപ്പോഴും നമ്മൾ കയറി ബച്ചൻ എന്ന് കാണുമ്പോൾ അമിതാഭ് ബച്ചൻ എന്നൊന്നും എഴുതി വെക്കരുത്. അപ്പൊ പാഠം മനസ്സിലായല്ലോ. അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠത്തിലേക്ക് പോകാം.